എന്തെങ്കിലും ഒരു മന്ദത പോലെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓർമ്മ വന്നിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഒന്നും ഓർമ്മയില്ല. കാരണം പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല. ഒന്നും ഓർമ്മയില്ല. അമ്മച്ചിക്ക് എനിക്ക് സ്വപ്നം കാണുമ്പോൾ തോന്നി, ഇങ്ങനെ കൈയിട്ട് അടിച്ചിട്ട് സ്വപ്നം കാണുമ്പോൾ തോന്നി. ഇവിടെ സൈക്കോളജിക്കൽ ആംഗിളിൽ അന്വേഷിക്കപ്പെടാനായിട്ടുള്ളത് മെത്തേഡ് ഓഫ് കില്ലിംഗ് ആണ്. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു രീതിയിലാണ് കൊലപാതകം ചെയ്തേക്കുന്നത്. കാമുകയെയും സഹോദരനെയും മൃഗീയമായിട്ട് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ അടിച്ച് മുഖമെല്ലാം ഒരു പരുവാക്കിയിട്ടാണ് കൊന്നേക്കുന്നത്. അത് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നു. ഇത്രയും കാര്യം യാതൊരു ഡ്രഗിന്റെയും പിൻബലമില്ലാതെ ചെയ്യുക എന്ന് പറയുന്നത് സ്ട്രേഞ്ച് തന്നെയല്ലേ? ചായക്കകത്ത് എന്തൊക്കെയോ കൊടുത്ത് അമ്മയൊരു അതിനു മുമ്പ് തന്നെ ഒരു മയക്കത്തിലോട്ട് പോയതാക്കാം എന്നുള്ള വിധത്തിലുള്ള ഒരു ചർച്ചയാണ് ഈ ഒരു ഇന്റർവ്യൂവിൽ വന്നേക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടില്ല. എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ ഒരു മയക്കുമരുന്നിന്റെ ആംഗിള് കൂടുതലായിട്ട് അന്വേഷിച്ചു പോകാത്തത് എന്നുള്ളതാണ് സമൂഹത്തിന് സംശയമായിട്ട് നിൽക്കുന്നത്. അഫാൻ എന്ന് പറയുന്ന വ്യക്തിയെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തും അതേപോലെ നഖവും മുടിയൊക്കെ പരിശോധിച്ച് നോക്കാം, എന്തെങ്കിലും മയക്കുമരുന്ന് ഉള്ളിൽ ചെന്നിട്ടുണ്ടോ. കുറച്ച് നാളിനുള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിലും അറിയാനായിട്ട് പറ്റും. മയക്കുമരുന്ന് ഇഷ്ടം പോലെ സൊസൈറ്റിയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സിന്തറ്റിക് ഡ്രഗ്സ് പല കോമ്പിനേഷനിൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഈ മയക്കുമരുന്നുകളുടെ എല്ലാ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം ഒന്നും നമ്മുടെ പോലീസിന്റെ ഒരു വിഷയം ഉണ്ടായിരിക്കത്തില്ല. ഇനി അഥവാ ഇത് ഏതെങ്കിലും ഒരു പുതിയ സിന്തറ്റിക് ഡ്രഗ് പരീക്ഷണാർത്ഥം ഒരാളില് കൊടുത്ത് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വന്ന ഒരു കൊലപാതക പരമ്പരയാണോ ഇതെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. അതിനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പൊ അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് നടത്തേണ്ടതെന്ന് പറയും.